നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ പുകയുകയാണ്, വാക്പോരുകൾ പുകയുകയാണ്. വടകര മണ്ഡലത്തിൽ അന്ന് ഏറെ ചർച്ചയായ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിലും മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളിലും ഇടതുപക്ഷത്തിനെതിരെ ഒന്നിച്ചു നിൽക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളാണ് വടകര ലോക്സഭാ അംഗം ഷാഫി പറമ്പിലും കുറ്റ്യാടി MLA പാറയ്ക്കൽ അബ്ദുള്ളയും. ഇവർക്കെതിരെ കഴിഞ്ഞ ദിവസം CPM ഭാഗത്തു നിന്നൊരു വെല്ലുവിളി ഉയർന്നിരുന്നു. പുറത്തിറങ്ങി നടക്കാൻ അനുവദിക്കില്ല എന്ന തരത്തിലുള്ള ഒരു വെല്ലുവിളിയായിരുന്നു ഇവർക്കെതിരെ ഉയർന്നത്. മുസ്ലിം ലീഗ് നേതാവും കുറ്റ്യാടി MLAയുമായ പാറയ്ക്കൽ അബ്ദുള്ള മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയുടെ പങ്കിനെ കുറിച്ച് കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ KK ശൈലജയുടെ പങ്കിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിലൊക്കെയാണ് CPM ഇത്തരത്തിലൊരു വാഗ്വാദം ഉയർത്തിയത്. നിങ്ങൾ രണ്ടുപേരും പുറത്തിറങ്ങി നടക്കാൻ അനുവദിക്കില്ല, പുറത്തിറങ്ങി നടക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന CPMന്റെ ഒരു ഭീഷണി ഉണ്ടായി. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ച് പാലക്കാട് മുൻ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. ഷാഫിയും പാറയ്ക്കലും പുറത്തിറങ്ങി നടക്കണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് CPM. എങ്കിൽ പെട്ടെന്ന് ആ തീരുമാനം എടുത്തോളി കുരുപ്പോളെ, അവർ രണ്ടും പുറത്ത് തന്നെയാണ്, ജനങ്ങൾക്കൊപ്പം. CPM കുറെ ഞൊട്ടും എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. അതേസമയം ഈ പോസ്റ്റിന് കീഴിൽ വന്നിരിക്കുന്ന ചില കമന്റുകൾ: ഷാഫിയും പാറയ്ക്കലും പുറത്തിറങ്ങിയില്ലേ ഓല വീട് പട്ടിണിയിലാവില്ല, ചീമുട്ടയും ഇഷ്ടികയും കൊടുത്തുവിട്ട പാവമണികൾ ജയിലിൽ പോയപ്പോൾ ആ പാവങ്ങളെ വീട് പട്ടിണിയിലാണോ എന്ന് നോക്കാൻ ഒരു ലോക്കലും ഏരിയയും ബഹബൂബും ഇല്ല എന്നായിരുന്നു ഒരാൾ കമന്റ് കുറിച്ചിരിക്കുന്നത്. ഇവർക്ക് പുറത്തിറങ്ങാൻ ഒന്ന് അനുമതി കൊടുക്കണേ, ഒന്നും ചെയ്യരുതേ, നിങ്ങൾ തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതല്ലേ, ഇനി അടങ്ങിയിരിക്കുന്ന മറ്റൊരാൾ കമന്റ് കുറിച്ചിരിക്കുന്നു. നീ മൂപ്പിച്ച് വിട്, ഷാഫിക്ക് പണി വാങ്ങിക്കൊടുക്കലല്ലേ നിന്റെ ഉദ്ദേശം എന്നതടക്കമുള്ള കമന്റുകൾ. എന്തായാലും ജനങ്ങളൊക്കെ പ്രതികരിക്കുന്നുണ്ട് ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ. അതേസമയം നമുക്കിനി പ്രവീൺ കുമാറിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പ്രതികരണവുമായി കോഴിക്കോട് DCC പ്രസിഡന്റും കൊയിലാണ്ടി MLAയുമായ പ്രവീൺ കുമാർ. UDF നേതാക്കളെയും പോലീസിനെയും CPM ജില്ലാ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയ സംഭവത്തിലായിരുന്നു പ്രതികരണം. CPM ഭരണം മാറിയെന്ന് മനസ്സിലാക്കണമെന്നും പിണറായി അല്ല മുഖ്യമന്ത്രി VD സതീശനാണ്. ഷാഫി പറമ്പിലും പാറയ്ക്കൽ അബ്ദുള്ളയും ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന നേതാക്കളാണ്. CPM ജില്ലാ സെക്രട്ടറി അകത്തു പോകാതെ ശ്രദ്ധിക്കണം. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ജിതിൻ ഭാസ്കറിൽ മാത്രമല്ല അതിന് മുകളിലും ആളുകളുണ്ട് എന്നും പ്രവീൺ കുമാർ ആരോപിച്ചു. പ്രകോപന പ്രസംഗത്തിലൂടെ കാണുന്നത് CPMന്റെ വെപ്രാളമാണെന്നും കാഫിർ കേസിൽ CPMന് മുഖം നഷ്ടമായെന്നും അദ്ദേഹം വിമർശിച്ചു. ഷാഫിയും പാറയ്ക്കലും പുറത്തിറങ്ങില്ലെന്ന് പറയുന്നവർ സ്വന്തം കാരണങ്ങളാൽ അകത്തു പോകാതെ നോക്കണമെന്നും കാഫിർ കേസ് അന്വേഷണം പോലീസാണ് നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കുറ്റം ജിതിൻ ഭാസ്കറിൽ ഒതുങ്ങില്ല, പ്രദേശത്തെ CPM നേതാക്കളും കുടുങ്ങും. KK ലതികയുടെയും മകന്റെയും പേര് ഞങ്ങൾ പറഞ്ഞിട്ടില്ലെന്നും CPM നേതാവ് തന്നെയാണ് ഇത് പറയുന്നതെന്നും രക്ഷിക്കാനാണോ ശിക്ഷിക്കാനാണോ എന്ന് അവർ പരിശോധിക്കട്ടെ എന്നും പ്രവീൺ കുമാർ പറഞ്ഞു. KPCC അധ്യക്ഷ സ്ഥാനത്തെ പറ്റി DCC ഓഫീസിന് മുന്നിലെ ബോർഡ് വെച്ചത് കോൺഗ്രസുകാർ അല്ലെന്നും കോൺഗ്രസുകാർക്ക് ബോർഡ് വയ്ക്കേണ്ട ആവശ്യമില്ലെന്നും നേരിട്ട് അഭിപ്രായം പറയാമെന്നും ഒരു പദവി എന്നത് പാർട്ടി നയമാണെന്നും പ്രവീൺ കുമാർ പറഞ്ഞു. കുറ്റം ജിതിൻ ഭാസ്കറിൽ ഒതുങ്ങില്ല, യഥാർത്ഥ കുറ്റവാളികൾ ഇനിയുമുണ്ട്. SIT വിശ്വാസമുണ്ട്. മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നത്. CPM ഭരണം മാറിയെന്ന് മനസ്സിലാക്കണം. പ്രദേശത്തെ CPM നേതാക്കളും കുടുങ്ങും. KK ലതയുടെയും മകന്റെയും പേര് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. CPM നേതാവ് തന്നെയാണ് ഇത് പറയുന്നതെന്നും രക്ഷിക്കാനാണോ ശിക്ഷിക്കാനാണോ എന്ന് അവർ പരിശോധിക്കട്ടെ എന്നും പ്രവീൺ കുമാർ പറഞ്ഞു. KPCC അധ്യക്ഷ സ്ഥാനത്തെ പറ്റി DCC ഓഫീസിന് മുന്നിലെ ബോർഡ് വെച്ചത് കോൺഗ്രസുകാർ അല്ലെന്നും കോൺഗ്രസുകാർക്ക് ബോർഡ് വെക്കേണ്ട ആവശ്യമില്ലെന്നും നേരിട്ട് അഭിപ്രായം പറയാമെന്നും ഒരു പദവി എന്നത് പാർട്ടി നയമാണെന്നും പ്രവീൺ കുമാർ വ്യക്തമാക്കി. ഇനി നമുക്ക് കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഏതുവരെയായി എന്നതടക്കമുള്ള വിശദാംശങ്ങൾ കൂടി നോക്കാം. കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടിലേക്കാണ്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ തെളിവ് നശിപ്പിക്കുന്നതിനായി ജിതിൻ ഭാസ്കർ വിവാദ സന്ദേശം അയച്ച ഫോൺ റീസെറ്റ് ചെയ്തെന്ന് ഫോറൻസിക് റിപ്പോർട്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിൽ ജിതിൻ ഇത് സമ്മതിക്കുകയും ചെയ്തു. ജില്ലാ ഫോറൻസിക് സയൻസ് ലാബിൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഫോൺ റീസെറ്റ് ചെയ്തെന്ന് വ്യക്തമായത്. റീസെറ്റ് ചെയ്താൽ ഫോണിലെ എല്ലാ ഫയലുകളും വിവരങ്ങളും മായ്ച്ചു കളയാനാകും. വാങ്ങിയ സമയത്ത് ഫോൺ എങ്ങനെയാണോ ആ അവസ്ഥയിലേക്ക് മാറും. ജിതിൻ ഫോൺ റീസെറ്റ് ചെയ്തെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ കൂടുതൽ പരിശോധനയ്ക്കായി ഫോൺ തിരുവനന്തപുരത്തെ സ്റ്റേറ്റ് ഫോറൻസിക് ലാബിലേക്ക് അയക്കും. ഫോൺ നിലവിൽ കോടതിയിലാണുള്ളത്. കോടതിയുടെ അനുമതിയോടെ ആയിരിക്കും തുടർ പരിശോധന നടത്തുക. ജിതിന്റെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞയുടൻ ഇതിനായി പോലീസ് കോടതിക്ക് അപേക്ഷ നൽകും. തിരുവനന്തപുരത്തെ പരിശോധനയിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ജിതിനെ വ്യാഴാഴ്ച കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരുന്നു. വെള്ളിയാഴ്ച റൂറൽ SP മെറിൻ ജോസഫ്, ക്രൈംബ്രാഞ്ച് DYSP T മനോഹരൻ എന്നിവരുടെ നേതൃത്വത്തിൽ ജിതിനെ ചോദ്യം ചെയ്തു. ഫോറൻസിക് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ ശനിയാഴ്ചയും തുടരും. ചോദ്യം ചെയ്യൽ
ശനിയാഴ്ചയും തുടർന്നിരുന്നു. ശനിയാഴ്ച വൈകിട്ട് തിരികെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ഇതിനിടെ ജിതിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് CPM ശനിയാഴ്ച റൂറൽ SP ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തു. കാഫറിന് സ്ക്രീൻഷോട്ട് നിർമ്മിച്ചുവെന്ന കള്ളക്കേസ് ചുമത്തി DYFI പ്രവർത്തകരെ ജയിലിൽ അടയ്ക്കാനുള്ള പോലീസ് ശ്രമമാണ് നടക്കുന്നതെന്നാണ് CPM നേതൃത്വത്തിൽ നടത്തിയ ജനകീയ പ്രതിരോധ പ്രതിഷേധക്കാർ ആരോപിച്ചത്. വടകര ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ SP ഓഫീസിലേക്ക് നടത്തിയ ബഹുജന മാർച്ചും ധർണയും UDF സർക്കാരിനുള്ള താക്കീതായിട്ടാണ് CPM വ്യക്തമാക്കുന്നത്. UDF പോലീസ് ഗൂഢാലോചന അവസാനിപ്പിക്കുക, കള്ളക്കേസുകൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ മാർച്ചിൽ 100 കണക്കിന് പ്രവർത്തകരാണ് പങ്കാളികളായത്. ബഹുജന മാർച്ച് കോട്ടക്കടവ് ജനതാ റോഡിൽ നിന്ന് തുടങ്ങി ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിന് സമീപമാണ് അവസാനിച്ചത്. ഓഫീസ് പരിസരത്ത് മാർച്ച് പോലീസ് തടഞ്ഞു. CPM ജില്ലാ സെക്രട്ടറി M മെഹബൂബ് മാർച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.